ആനന്ദചിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ ആനന്ദചിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ അറിവുകൊണ്ടറിഞ്ഞു ശക്തിയാൽ സൃഷ്ടിച്ച സൃഷ്ടിതാവാകുന്ന പരമഗുരുവരനെ അറിവുകൊണ്ടറിഞ്ഞു ശക്തിയാൽ സൃഷ്ടിച്ച സൃഷ്ടിതാവാകുന്ന പരമഗുരുവരനെ ആനന്ദചിന്മയനേ നിഷ്കളങ്കാത്മാവിൽ നമ്മുടെ നാമത്തിൽ തൃശ്ശൂർ ജില്ലയിൽ വളരെ കാലമായി സ്ഥാപനങ്ങളില്ലായിരുന്നു. വളരെ കാലമായി നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ചു. പല വിധത്തിലുള്ള ഒരുക്കങ്ങൾ പല ആളുകളും നടത്തി. പക്ഷേ വളരെ കാലമായി സന്നിധാനമൊന്നും ഇല്ലാതെ വിഷമിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ പന്തളം സ്വദേശിയായ കൃഷ്ണൻകുട്ടി ഭക്തനും മകൻ ദിനേശും ചേർന്ന് ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ കുറച്ച് വസ്തു വാങ്ങി അവിടെ ഒരു സ്ഥാപനം നിർമ്മിച്ചു. ഭക്തജനങ്ങൾ ചുരുക്കം ചില സഹായങ്ങൾ ചെയ്ത് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ സ്വന്തം വകയിലാണ് ചെയ്ത് സ്ഥാപനം അവിടെ ഉയർത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ വാർഷിക മഹാമകം ആഘോഷിച്ചു. ഗംഭീരമായി ആ നാട്ടിലെ സജ്ജനങ്ങളുടെ പ്രത്യേകമായ സഹകരണത്തോടുകൂടിയാണ് സർവകർമ്മങ്ങൾ നടന്നത്. ഇപ്പോൾ അത് ആത്മബോധോദയ സംഘത്തിൻ്റെ നാമത്തിലേക്ക്, ശുഭാനന്ദ ദിവ്യനാമത്തിലേക്ക് എഴുതി അതിപ്പോൾ സമർപ്പിക്കുകയാണ്. ഞാനത് സ്വീകരിക്കുന്നു. സർവശക്തി അനുഗ്രഹിക്കുവാൻ ആഗമകാതലാം കണ്ണ എന്നിലാനന്ദമാടുന്ന കണ്ണ ആഗമകാതലാം കണ്ണ എന്നിലാനന്ദമാടുന്ന കണ്ണ ആദിയന്തം വരെയെന്നും പരമാനന്ദമാടുന്ന കണ്ണ തത്വത്തിനുള്ളിലുദിച്ചു എൻ്റെ ഉള്ളിൽ പ്രകാശിക്കും കണ്ണ കണ്ണനെ കാണുവാൻ വേണ്ടി പല ദേശവും ചുറ്റി നടന്നേ കാരുണ്യക്കാതലാം കണ്ണൻ കലിസംഹാരമൂർത്തിയായി വന്നു
ആദിനാഥനായ ആദിയന്താനന്ദ രൂപനായ മഹാശക്തി ശുഭാനന്ദ തപോശക്തി ലോകത്തിൽ അവതാരമായി വന്ന് ദിവ്യമായ ഈ ആദർശത്തെ സ്ഥാപിച്ച്, ദിവ്യമായ ഈ സ്ഥാപനത്തെ അതിനുവേണ്ടി സ്ഥാപിച്ച് ഇത് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ആത്മലോകത്തിൻ്റെ ആത്മബോധോദയത്തിന് വേണ്ടിയാണ്, അഥവാ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആത്മബോധോദയം ഉണ്ടാകാതെ ഒരാത്മാവും സമ്പൂർണ്ണ രക്ഷ അനുഭവിക്കുകയില്ല. അങ്ങനെ ആത്മബോധോദയത്തിലൂടെ സമ്പൂർണ്ണ രക്ഷയെ ആത്മലോകത്തിൽ അനുഭവമാക്കുവാൻ അവതാരമായി വന്ന ജഗദീശ്വരനാൽ സ്ഥാപിച്ച ഈ ദിവ്യാദർശത്തിൽ ചേർന്ന് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എൻ്റെ മനോമന സന്താനങ്ങളെ, ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ച കൂടി ഒത്തുചേർന്നിരുന്ന് തിരുനാമങ്ങൾ സ്തുതിക്കുവാനും ജ്ഞാനാഭിഷേകം നടത്തുവാനും ആനന്ദ നടനമാടുവാനും ദൈവം തന്ന ഈ അവസരത്തെ നഷ്ടമാക്കാതെ അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ആരാധനയിലിരിക്കുക. മഹാശക്തി ഏത് നിമിഷമാണ് നിങ്ങളെ ദർശിക്കുന്നത് എന്ന ആഗ്രഹത്തോടുകൂടി ആർത്തിയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന് തിരുനാമങ്ങൾ സ്തുതിക്കുകയും ഇവിടെ നിന്ന് അറിയിക്കുന്ന അറിവുകൾ ഗ്രഹിക്കുകയും ചെയ്യുക. മഹാശക്തി നിങ്ങളെ ദർശിച്ച് ആനന്ദിപ്പിക്കുമാറാകട്ടെ. സദ്ഗുരുവിൻ്റെ തിരുവവതാരം അത് സമ്പൂർണമായ മോക്ഷത്തിനുള്ള മാർഗമാണ്. പുരാണങ്ങളിലൊക്കെയും ഉദ്ഘോഷിക്കുന്നത് എന്താണ്? മുക്തിക്ക് തക്കൊരു ഉപദേശം ലഭിക്കുവാൻ സദ്ഗുരുവിൻ്റെ പാദത്തിലെത്തി ഭജിക്കണമെന്നാണ്. സദ്ഗുരുവിനെ തേടിയാണ് ഇപ്പോൾ പല ആളുകളും നടക്കുന്നത്. പലയിടങ്ങളിൽ പോയി പല ഗുരുക്കന്മാർക്ക് ശിഷ്യപ്പെട്ട് പലരും പലയിടങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഒരു ചിട്ടയായ ജീവിതത്തിലൂടെ പല മേന്മകളും നന്മകളും നമുക്ക് സമ്പാദിക്കുവാൻ കഴിയും, അതിന് യാതൊരു സംശയവുമില്ല, ചിട്ടയായ ഒരു ജീവിതമുണ്ടെങ്കിൽ. എന്നാൽ പരിപൂർണമായ മോക്ഷം എന്നത് പരിപൂർണമായ അറിവിൽ മാത്രം ബന്ധിച്ചിരിക്കുന്ന കാര്യമാണ്. നന്മ, സുഖാനുഭവങ്ങൾ, ലോകത്തിലെ പലവിധത്തിലുള്ള ലാഭങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ടാകാം ചിട്ടയായ ഒരു ജീവിതത്തിലൂടെ. അതിന് പലവിധത്തിൽ നമുക്ക് മാർഗങ്ങളുണ്ട്, പലവിധ സമ്പ്രദായങ്ങളുണ്ട്. എന്നാൽ ഉന്നതമായ സമ്പൂർണമായ മോക്ഷം ഒരാത്മാവിൽ സിദ്ധമാകണമെങ്കിൽ അതിനെന്ത് വേണം? സമ്പൂർണമായ ജ്ഞാനം വേണം, സമ്പൂർണമായ അറിവ് വേണം. ആ അറിവ് സമ്പൂർണമായി അവതരിപ്പിക്കുവാൻ ഒരാളിനെ കഴിവുള്ളൂ, അത് സമ്പൂർണനായ സദ്ഗുരുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ സമ്പൂർണ്ണ ജ്ഞാന സ്വരൂപ സർവ അജ്ഞാന സംഹാര രൂപ സമ്പൂർണ്ണ സദ്ഗുരുവിൻ്റെ മുൻപിൽ എത്തിയവർക്ക് ഇനി മറ്റൊരു വഴി തേടി പോകേണ്ട ആവശ്യമുണ്ടോ? മറ്റൊരു വഴി തേടി പോകേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല, ഒരു കാലത്തുമില്ല. പക്ഷേ പലരും പല വഴിക്ക് മാറി ചിന്തിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. എപ്പോഴാണെന്നറിയുമോ? ലോകത്തിൽ പലവിധ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ. പലവിധ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മാർഗത്തിൽ പോയിട്ടും എനിക്ക് ദുഃഖം ഉണ്ടാകുന്നല്ലോ, ഈ ആദർശത്തിൽ കൂടി ജീവിച്ചിട്ടും എനിക്ക് ദുഃഖമുണ്ടാകുന്നല്ലോ എന്ന് ആര് ചിന്തിക്കും? അല്പബുദ്ധികൾ ചിന്തിക്കും. എന്നാൽ സുഖവും ദുഃഖവും ലോകത്തിൽ ആർക്കും ഉണ്ടാകാവുന്നതാണ്, അവതാരങ്ങൾക്ക് പോലും ഉണ്ടാകുന്നതാണ് എന്ന സത്യം തിരിച്ചറിയുള്ള ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ യഥാർത്ഥമായ അറിവിൽ കൂടി ജീവിതം ചെയ്യുവാൻ പരിപൂർണ നിർബന്ധത്തോടുകൂടി തീരുമാനമെടുക്കും. ഇപ്പോൾ നമ്മളൊരു വിശേഷാൽ നേർച്ച ഇവിടെ സ്വീകരിച്ചു, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച്. രാവിലെ ആരും അറിയാതെ എൻ്റെ കയ്യിൽ തന്നിട്ട് പോകാനായിട്ടാണ് ആ സാധുക്കൾ വന്നത്. എങ്കിലും പലരും തൃശ്ശൂരിൽ പോയി ബന്ധിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, അങ്ങനെയാണ്, ഈ വിധത്തിലൊക്കെയാണ് അത് സംഭവിച്ചത്. എന്നാലും അവരുടേതായ ആ എളിമത്വത്തോടുകൂടി അത് ഒരു ഫയലുമായി വന്ന് രാവിലെ തന്നിട്ട് പോകാൻ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാനിത് ആരാധനാവേദി വെച്ച് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ കാത്തു നിന്നാണ് ഇപ്പോൾ എന്നെ ഈ സമർപ്പിച്ചത്. ആ സാധുവിന്
സത്യത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ലോക ദുഃഖങ്ങൾ വളരെ വലുതാണ്. ഈ ആദർശത്തിൽ ഉൾപ്പെട്ട് ജീവിതം ആരംഭിച്ചതിന് ശേഷവും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ കൃഷ്ണൻകുട്ടി ഭക്തൻ്റെ മകൻ 6 or 7 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. വേറെങ്ങുമല്ല, തലച്ചോറിൽ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് വീണ്ടും അസുഖം വന്നു. ഇങ്ങനെ നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തെ ദൈവം പരിശോധിച്ചിട്ടും അണുവിട പോലും ചലനമില്ലാതെ അപ്പോൾ തീരുമാനിച്ചത് എന്താണെന്നറിയോ? അമ്മയ്ക്ക് ഇതിനിടയ്ക്ക് അസുഖം വന്നു. അവിടെ ഇരുന്നുകൊണ്ട്, ആ ആശുപത്രിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചു എത്രയും വേഗം ശുഭാനന്ദ ഗുരുദേവൻ ഇരിക്കാൻ ഈ തൃശ്ശൂരിലൊരു സ്ഥലം ഉണ്ടാക്കണം എന്നാണ് ആ മനസ്സിൽ തീരുമാനമെടുത്തത്. അത് സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമല്ല. അത്രയും മനഃശക്തി ഉള്ളവർക്ക് മാത്രമേ ഏത് ദുഃഖത്തിലും എന്നിൽ മാറ്റമില്ലാത്ത സുഖം നൽകുന്ന ദിവ്യരൂപമാണ് എൻ്റെ ഗുരുവിൻ്റെ രൂപം, ശുഭാനന്ദ രൂപം എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആശ്രയിക്കാനും ഈ വിധത്തിൽ തീരുമാനമെടുക്കാനും അസാധാരണന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു ജന്മമാണ് ഇപ്പോൾ ഇത് സമർപ്പിച്ചത്. സർവശക്തി സ്വീകരിച്ച് അവരെ എപ്പോഴും തൃക്കരങ്ങൾ കരുതി രക്ഷിക്കുമാറാകും. ഈ വിധത്തിൽ എന്തെല്ലാം നേർച്ചകൾ, ഏതെല്ലാം വിധത്തിൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ പല സ്ഥാപനങ്ങളുണ്ടായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം ഈ വിധത്തിൽ പലരും പല വിധത്തിലുള്ള നേർച്ചകൾ സമർപ്പിച്ച് ഭൂമി സമർപ്പിച്ചു, സ്ഥാപനങ്ങൾ സമർപ്പിച്ചു, അവിടെ പല വിധത്തിലുള്ള കർമ്മങ്ങൾ സമർപ്പിച്ചു, ധനം സമർപ്പിച്ചു, വിശിഷ്ടമായ സാധനങ്ങൾ സമർപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഇവിടെ ഒന്ന് കൊണ്ടുപോയി ചെയ്തല്ല. അപ്പോൾ അത് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വെച്ച് തന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ ഇരിക്കുമ്പോൾ ഒരു ശക്തി, ഇവിടെ ഇരിക്കുമ്പോൾ വേറൊരു ശക്തി, അങ്ങനെ ആയതുകൊണ്ടല്ല. പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. മുറ്റത്ത് നിൽക്കുമ്പോൾ ശക്തി കുറവാണ്, അകത്ത് കയറി കസേര ഇരിക്കുമ്പോൾ വേറൊരു ശക്തി, അത് കഴിഞ്ഞ് സിംഹാസനത്തെ വരുമ്പോൾ വേറൊരു ശക്തി. ഇങ്ങനെയൊക്കെയാണ് പലരുടെയും വിചാരം. സത്യത്തിൽ ഇപ്പോൾ നേർച്ച സ്വീകരണമെന്നൊരു ചടങ്ങ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. കൂടിയ നേർച്ചകളും അതുപോലെ വലിയ തുകകളും ഒക്കെ അവിടെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരികയാണ് പതിവ്. കാരണം അങ്ങനെയൊന്നും കൂടുതൽ പ്രഹസനങ്ങൾക്കൊന്നും നമ്മുടെ യഥാർത്ഥ ഭക്തന്മാരാരും വിശ്വസിക്കുന്നില്ല, അതിനൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് തിരുമുമ്പിലൊന്ന് അർപ്പിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കാരണം പറഞ്ഞതാണ്, നേർച്ച പറഞ്ഞത് തീർച്ചയായും അർപ്പിക്കണമെന്നാണ്. അതുകൊണ്ടൊന്ന് അർപ്പിക്കണം, ആ സന്തോഷം അനുഭവിക്കണം, അത്രയേ ഉള്ളൂ. ദൈവസന്നിധാനം, 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 ദൈവ ഭക്തരൊത്തു ചേരും ദൈവസന്നിധാനം, 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 ദൈവ ഭക്തരൊത്തു ചേരും ദൈവസന്നിധാനം. ദേവിമാരും ദേവന്മാരും ഒത്തുചേർന്നിടുന്ന, ദേവിമാരും ദേവന്മാരും ഒത്തുചേർന്നിടുന്ന, ദൈവസന്നിധാനം, ദൈവസന്നിധാനം. നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗി ഉദയമായി വന്ന് നിഷ്കളങ്ക ജ്ഞാനം ഉപദേശിക്കുവാൻ വേണ്ടി സ്ഥാപിച്ച ആദർശമാണ് ആത്മബോധോദയ സംഘം. ഈ ആദർശത്തിന്റെ പരിപൂർണതയെ ഒരാത്മാവിൽ തെളിഞ്ഞറിയുവാനിടയായാൽ ആ ആത്മാവ് പരിപൂർണമായും ഗുരുരൂപമായി മാറുന്നു എന്നുള്ളതാണ് ഈ ആദർശത്തിന്റെ പ്രത്യേകത. കാരണം ഈ ആരാധനയുടെ ആരംഭത്തിൽ അറിയിച്ചതുപോലെ ആ സമ്പൂർണമായ ജ്ഞാനം
അവതരിപ്പിച്ച് സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുന്ന വ്യവസ്ഥയാണ് ഈ ആദർശത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സംശയമില്ലാതെ ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഭക്തന്മാർ നേടിയെടുക്കേണ്ടത്. അനേകം അനുഭവങ്ങൾ ഓരോരുത്തരിൽ നിന്നും നിങ്ങൾ ദിനംതോറും കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ അനേകം അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചാലും ഗുരുരൂപത്തെ കാണുവാൻ കഴിയില്ല. കാരണം ഈ അനുഭവങ്ങളല്ല നമുക്ക് നേടിയെടുക്കാനുള്ളത്. ആത്മാവിൽ അനുഭവമാകുന്ന നിത്യസുഖമാണ് നേടിയെടുക്കാനുള്ളത്. ഒരനുഭവം ഒരു വ്യക്തി നിന്നുകൊണ്ട് നിങ്ങളോട് അറിയിക്കുമ്പോൾ, ശരീരത്തോടുകൂടി ജീവിക്കുന്ന ഒരു ആത്മാവിന്റെ അനുഭവമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലവിധ സാഹചര്യങ്ങളും അതിനോടനുബന്ധിച്ച പല സംഗതികളും അതിനുള്ളിൽ ചേർന്നാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ അവതരിപ്പിച്ചെങ്കിലേ അത് മർത്യജന്മങ്ങൾക്ക് മനസ്സിലാവുകയും ഉള്ളൂ. എന്നാൽ അതേ അനുഭവത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ അറിവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ അതേ വിധത്തിലൊരു സാഹചര്യം വരുമ്പോൾ അതിനെ നേരിടുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അപ്പോൾ അപ്പോഴപ്പോൾ വരുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള പ്രാപ്തി ആത്മാവിൽ ഉണ്ടാകണമെങ്കിൽ അറിവ്, കർമ്മം, അനുഭവം എന്ന വ്യവസ്ഥ ആത്മാവിൽ പൂർത്തീകരിക്കപ്പെടണം. അതിന് നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിന്റെ നിഷ്കളങ്ക ജ്ഞാനം അകതാരിലായി വരണം. അപ്പോഴാണ് ശുഭാനന്ദ ദിവ്യരൂപത്തെ അകതാരിൽ കാണുവാൻ കഴിയുന്നത്. ആ അകതാരിൽ ഉരുവാകും ശുഭാനന്ദ ദിവ്യരൂപം കാണുവാനുള്ള ഭാഗ്യം സർവാത്മാക്കൾക്കും ദാനം ചെയ്യുവാനാണ് ഈ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപൻ അവതാരമായി വന്ന് ലോകത്തിൽ വാഴുന്നത്. അവതാരമായി വന്നിരിക്കുന്നത് ആരാണ് എന്ന് പരിപൂർണ ബോധ്യം ഉണ്ടാക്കണം. എന്നിട്ട് യാതൊരു സംശയവുമില്ലാതെ മുന്നോട്ട് ചേർന്ന് ജീവിക്കുവാൻ ഇടയാകണം. അത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. കാരണം എന്താണ്? ഇത് ശരീരത്തോടുകൂടി ആത്മാവിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരീരത്തോടുകൂടി ബന്ധിച്ചിരിക്കുന്നതിനാൽ ഈ ശരീരത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ആത്മാവ് മറയായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വേണ്ട വിധത്തിൽ ഈ അറിവിനെ അനുസരിച്ച് ജീവിതം ചെയ്യാൻ കഴിയാതെ പോകും. അറിവിനനുസരിച്ച് മുന്നോട്ട് പോകാത്തത് കൊണ്ട് ഗുരുവിനെയും അറിയാതെ പോകും. അപ്പൊ മറ മാറി തെളിവായെങ്കിൽ മാത്രമേ ഗുരുവിനെ പോലും വേണ്ട വിധത്തിൽ അറിയുവാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ സംശയമറ്റ നിഷ്കളങ്ക ജീവിതം നയിക്കുവാൻ കഴിയുള്ളൂ. കോടാനുകോടി സ്വത്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞാലും ഈ ലോകത്തിൽ അനേകായിരങ്ങൾ സ്തുതിക്കുന്ന രീതിയിലുള്ള ഉത്തമ കർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ആത്മാവിൽ പരിശുദ്ധിയില്ല എങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. നമുക്ക് സ്വന്തമായി കരുതേണ്ടത് എന്താണ്? ആത്മപരിശുദ്ധിയാണ്. ആ ആത്മപരിശുദ്ധിക്ക് വേണ്ടിയാണ് ഈ നിഷ്കളങ്ക ജ്ഞാനം ഗ്രഹിക്കുവാൻ നിങ്ങളോട് എപ്പോഴും അറിയിക്കുന്നത്. നിഷ്കളങ്ക സ്വരൂപനാൽ തെളിയിക്കും സർവജ്ഞാനം. നിഷ്കളങ്ക സ്വരൂപനാൽ തെളിയിക്കും സർവജ്ഞാനം. നിഷ്കളങ്ക ഹൃദയത്തിൽ പ്രകാശിച്ചിടും. നിഷ്കളങ്ക
നിഷ്കളങ്ക സ്വരൂപന്റെ നിത്യവാഴ്ച കണ്ടിടുവാൻ നിഷ്കളങ്ക ഹൃദയങ്ങൾ ഒരുങ്ങിടണം. നിഷ്കളങ്ക സ്വരൂപന്റെ നിത്യവാഴ്ച കണ്ടിടുവാൻ നിഷ്കളങ്ക ഹൃദയങ്ങൾ ഒരുങ്ങിടണം. ഒരുക്കുവാനുള്ള ജ്ഞാനം ഒഴുക്കി അനുവദിച്ചു. ഒരുക്കുവാനുള്ള ജ്ഞാനം ഒഴുക്കി അനുവദിച്ചു. ചൂടയവനുഴിയിൽ താൻ അധിവസിപ്പൂ. ഒരുക്കുവാനുള്ള ജ്ഞാനം ഒഴുക്കി അനുവദിച്ചു. അഭിവസിപ്പൂ. ഒരുക്കുവാനുള്ള ജ്ഞാനം ഒഴുക്കി അനുവദിച്ചു. ഉടയവനുഴിയിൽ താൻ അഭിവസിപ്പൂ. ഉടയവനല്ലാതാരും ഒരുക്കുവാനില്ല ലോകേ. ഉടയവനല്ലാതാരും ഒരുക്കുവാനില്ല ലോകേ. ഉടയവനല്ലാതാരും ഒരുക്കുവാനില്ല ലോകേ. ഒഴുക്കുന്ന ജ്ഞാനം നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക. ഉടയവനല്ലാതാരും ഒരുക്കുവാനില്ല ലോകേ. ഒഴുക്കുന്ന ജ്ഞാനം നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക. ജ്ഞാനസ്നാന നദീത് ജ്ഞാനസ്വരൂപനാൽ നൽകി. ഈ ജ്ഞാനസ്നാന നദീത് ജ്ഞാനസ്വരൂപനാൽ നൽകി. ഈ ജ്ഞാനസ്നാന നദീതു ജ്ഞാനസ്വരൂപനാൽ നൽകി. ജ്ഞാനസ്വരൂപനോടൊത്തു ആനന്ദിച്ചിടാൻ. ജ്ഞാനസ്നാന നദീതു ജ്ഞാനസ്വരൂപനാൽ നൽകി. ജ്ഞാനസ്വരൂപനോടൊത്തു ആനന്ദിച്ചിടാൻ. ഒരുങ്ങുകാത്മലോകം നിഷ്കളങ്കമായിടത്തെ. ഒരുങ്ങുകാത്മലോകം നിഷ്കളങ്കമായിടത്തെ.
ആനന്ദ സ്വരൂപനോടൊത്ത് ആനന്ദിച്ചിടാം. ഒരു മുഖാത്മലോകം നിഷ്കളങ്കമായിടട്ടെ. ആനന്ദ സ്വരൂപനോടൊത്ത് ആനന്ദിച്ചിടാം. എന്നും ആനന്ദ സ്വരൂപനോടൊത്ത് ആനന്ദിച്ചിടാം. ഈ നിഷ്കളങ്ക ജ്ഞാനം ഭവിക്കുന്ന ആത്മാവിൽ മാത്രമേ ഗുരുരൂപം തെളിഞ്ഞു കാണാൻ കഴിയൂ. ആ ഞാനും ഗ്രഹിച്ചു എന്ന് അവകാശപ്പെട്ടാൽ ജ്ഞാനമാവുകയില്ല. ജ്ഞാനം വഴിയായുള്ള കർമ്മം ചെയ്തതിന്റെ ഫലം ആനന്ദമായി അനുഭവിക്കാൻ കഴിയണമെങ്കിലേ അവകാശപ്പെടാൻ പറ്റൂ. ഇപ്പൊ ആത്മാവിൽ ആനന്ദം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ജ്ഞാനം ഉണ്ടായി എന്ന് അവകാശപ്പെടാൻ പറ്റുകയുള്ളൂ. രണ്ട് കീർത്തനം പാടി അങ്ങോട്ട് ചാടി തുള്ളി പിന്നെ മറിയുന്നത് അത് ആനന്ദമാണെന്ന് എല്ലാവരും ധരിക്കരുത്. അത് ആത്മാവിന്റെ ഒരു സന്തോഷമാണ്. സദ്ഗുരുവും താനുമൊന്നായി ഈ പാരിടത്തിൽ വന്നുപോയ എനിക്ക് സന്തോഷമോ. സദ്ഗുരു സദ്ഗുരുവും താനുമൊന്നായി ഈ പാരിടത്തിൽ വന്നുപോയ എനിക്ക് സന്തോഷമോ. സൂര്യൻ ഉദിച്ച് പ്രകാശിച്ചു നിൽക്കുമ്പോ വീടിനുള്ളിലും അതിന്റെ ഒരു ചെറിയ പ്രകാശം എത്തും. ഇപ്പൊ നമുക്ക് ആ പ്രകാശത്തിൽ പല കർമ്മങ്ങളും ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് യഥാർത്ഥ പ്രയോജനം ലഭിക്കണമെങ്കിൽ അത് നേരിട്ട് അത് പതിക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് പല കാര്യങ്ങളും ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതാണ് ലോകത്തിൽ ഈ സകല ഊർജത്തിന്റെയും സ്രോതസ്സായി നിന്ന് സൂര്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകപ്രകാശം ഏതൊരു കാലത്തും സൂര്യനിൽ തന്നെ നിലനിൽക്കുന്നു. സൂര്യനെ കൂടാതെ ഈ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. സൂര്യനിൽ കൂടിയാണ് ഈ ലോകത്തിന്റെ പ്രവർത്തനങ്ങൾ ഈശ്വരൻ നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ ആ പ്രകാശം ഇരുട്ടുള്ള ഒരു മുറിയിൽ പോലും അതിന്റെ നേരിയ തോതിലുള്ള പ്രകാശം പതിക്കും. ഉച്ചവെയിൽ സമയത്ത് അടച്ചിട്ടിരിക്കുന്ന മുറികളിൽ പോലും അതിന്റെ ചെറിയ ചെറിയ കിരണങ്ങൾ എത്തും. എന്നാൽ പൂർണ്ണപ്രകാശം പ്രയോജനം ഉണ്ടാകണമെങ്കിൽ പൂർണ്ണപ്രകാശത്തിലേക്ക് ഇറങ്ങി വരണം. ഈ ആരാധനയ്ക്ക് വന്നു, കീർത്തനങ്ങൾ പാടുന്നു, കൈയടിക്കുന്നു, അതിന്റെ ഒരു ഓളത്തിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നും. അത് ആനന്ദമാണെന്നാണ് പലരും വിചാരിക്കുന്നത്. അല്ല, ആനന്ദം കാണണമെങ്കിൽ എന്തൊക്കെ വേണം? അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം. ഇത്രയും കഴിയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആനന്ദമുണ്ടാകുന്നത്. ആനന്ദം അനുദിനം അനുഭവിപ്പാൻ ആചാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ആനന്ദമനുദിനം അനുഭവിപ്പാൻ
വിശുദ്ധമാം ഹൃദയത്തെ അനുഭവിക്കാം. ആചാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വിശുദ്ധമാം ഹൃദയത്തെ അനുഭവിക്കാം. വിശുദ്ധമാം ഹൃദയത്തിൽ നിന്നല്ലയോ സമ്പൂർണമായുള്ള ആരാധന. വിശുദ്ധമാം ഹൃദയത്തിൽ നിന്നല്ലയോ സമ്പൂർണമായുള്ള ആരാധന. ആരാധന എന്നും ആരാധന, ആശ്വാസം പകരുന്ന ആരാധന. ആരാധന എന്നും ആരാധന, ആശ്വാസം പകരുന്ന ആരാധന. ആരാധന എന്നും ആരാധന, ആശ്വാസം പകരുന്ന ആരാധന. ആരാധിച്ചിടുന്ന ആത്മാക്കളിൽ ആശ്വാസമാകുന്നു ആത്മനാഥൻ. ആരാധിച്ചിടുന്ന ആത്മാക്കളിൽ ആശ്വാസമാകുന്നു ആത്മനാഥൻ. ആശ്വാസക്കാറ്റേറ്റു വളർന്നിടുമ്പോൾ ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം.
ആനന്ദത്തിൽ കൊണ്ട് ഇന്ന് എത്തിക്കുവാനാണ് ഈ കർമ്മങ്ങളെല്ലാം നടത്തുന്നത്. ആനന്ദത്തിൽ കൊണ്ട് എത്തിക്കുവാനാണ് ഈ കർമ്മങ്ങളെല്ലാം നടത്തുന്നത്. പക്ഷേ അതിന് ആദ്യം എന്താണ് വേണ്ടത്? അറിവാണ് വേണ്ടത്. അറിവാണ് വേണ്ടത്. അറിവ് ഗ്രഹിക്കാതെ ഒരിക്കലും ആചാരം ചെയ്യാൻ കഴിയില്ല. അറിവ് ഗ്രഹിക്കാതെ ഒരിക്കലും ആചാരം ചെയ്യുവാൻ കഴിയില്ല. ആചാരമില്ലാതെ വിശുദ്ധി ഉണ്ടാവുകയില്ല. ആചാരമില്ലാതെ വിശുദ്ധി ഉണ്ടാവുകയില്ല. വിശുദ്ധിയില്ലാതെ ആരാധന ഉണ്ടാവുകയില്ല. വിശുദ്ധിയില്ലാതെ ആരാധന ഉണ്ടാവുകയില്ല. ആരാധനയില്ലാതെ ആശ്വാസം ഉണ്ടാവുകയില്ല. ആരാധനയില്ലാതെ ആശ്വാസം അറിയാതെ ആനന്ദം കാണുകയില്ല. ആശ്വാസമറിയാതെ ആനന്ദം ലഭിക്കുമ്പോഴാണ് നാമസങ്കീർത്തന രൂപമായി തീരുന്നത്. ആനന്ദം ലഭിക്കുമ്പോഴാണ് നാമസങ്കീർത്തന രൂപമായി തീരുന്നത്. പഴയ പുരാണത്തിൽ പറയുന്നത് പോലെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഈ പടികൾ കടന്നു ചെല്ലണം. ഏതൊക്കെ പടികളാണ് കടന്നു ചെല്ലേണ്ടത്? അറിവ്, എല്ലാവരും പറയൂ, അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം. ഈ 6 പടികൾ കഴിയുമ്പോൾ നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപം ഒഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപം ഒഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. നാരായണ അങ്ങനെ നാമസങ്കീർത്തന രൂപത്തെ ആരിൽ കാണണം? നിഷ്കളങ്ക ഹൃദയത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ അപ്പോഴാണ് നിഷ്കളങ്ക ആത്മാവേ നിത്യാനന്ദ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. നിഷ്കളങ്ക ആത്മാവിൽ മാത്രമേ നിത്യാനന്ദ സ്വരൂപനാകുന്ന നാമസങ്കീർത്തന രൂപത്തെ കാണുവാൻ കഴിയുള്ളൂ. ശുഭമേകുന്നതിനുള്ള ശുഭമുഹൂർത്തം ഇതുതന്നെ. ശുഭമേകുന്നത് ഗുരു ശുഭാനന്ദൻ. അങ്ങനെ ശുഭമായ ആനന്ദത്തെ ആത്മലോകത്തിന് ദാനം ചെയ്യുവാൻ നാമസങ്കീർത്തനമായി വന്നുദിച്ച മഹാപ്രഭുവിനെ നമുക്ക് ആരാധിക്കാം. വിശ്വാസത്തോടുകൂടി ആരാധിക്കാം. സംശയം ലേശമില്ലാതെ ആരാധിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ അറിവിന്റെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുക. നിങ്ങൾ കാണുന്നതും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതും ഈ ചെവി കൊണ്ട് കേൾക്കുന്നതും മാത്രം അംഗീകരിക്കാതെ ഈ ലോകത്തിനോട് ബന്ധിച്ചു നിന്ന് ഓരോന്നും ചിന്തിക്കാതെ ഉള്ളിലേക്ക് ഉറ്റൊന്ന് നോക്കിയിടുക. സദ്ഗുരു രൂപത്തെ കാണുന്നുണ്ടോ? കാണണം, നീ കാണണം, ഗുരുരൂപത്തെ കാണണം. കാണണം, നീ കാണണം, കാണണം, നീ കാണണം, ഗുരുരൂപത്തെ കാണണം. കളങ്കമറ്റു കാണണം, ഖഡ്ഗിയ നീ കാണണം. അതാണ് ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയ പ്രയാസം. പലരുടെയും വിചാരം അല്പം കളങ്കമൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ്. ചില സന്ദർഭങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പലരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ നിഷ്കളങ്കമായ ജീവിതം നയിച്ച് പരിശീലനമില്ലാത്തത് കൊണ്ടാണ് അത് തോന്നുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് എന്റെ സത്യവും. നിഷ്കളങ്കമായ ഹൃദയം രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ കളങ്കത്തിന്റെ ഒരു തിര പോലും വന്നാൽ നമുക്ക് ഭയമാണ്.
കളങ്കത്തിന്റെ ഒരു നിരപോലും വന്നാൽ നമുക്ക് ഭയമാണ്. പിന്നെ ഒരു തുള്ളി അതിലേക്ക് വന്ന് ഭവിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയും താപവുമാണ് അനുഭവമാകുന്നത്. അതിനുള്ള ഒരു തുള്ളിയെങ്കിലും വന്ന് ഭവിച്ചു എന്ന് പറയുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയും താപവുമാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്? നിർമ്മലമാം ഹൃദയത്തെ നിർമ്മിച്ചതും ദൈവമല്ലോ. നിർമ്മലരാക്കി തീർത്തതും താൻ തന്നെ. ദൈവത്താൽ നിയോഗിച്ച് ഭൂമിയിലേക്ക് അയച്ചു. ആ ദൈവം തന്നെ വന്ന് ഞാൻ ഉപദേശിച്ച് എന്നെ നിഷ്കളങ്കനാക്കി. ഇനി അതിലേക്കൊരു കളങ്കം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ആ നിഷ്കളങ്ക ജീവിതം ചെയ്ത് പരിശീലിച്ചാൽ നമുക്ക് കളങ്കങ്ങളിലേക്ക് പോകുവാനോ കളങ്കം കൊണ്ടേ ജീവിക്കാൻ കഴിയുമെന്നോ തോന്നുകയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഈ അറിവിനെ സ്വീകരിച്ചുകൊണ്ട് കളങ്കമെല്ലാം നിഷ്കളങ്കനാകാരിൽ കളിയാടട്ടെ. നിഷ്കളങ്കനാകാരിൽ കളിയാടട്ടെ. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരു വളരെ കൗതുകത്തോടുകൂടി എന്നാൽ ഉത്കണ്ഠയോടുകൂടിയാണ് ഖഡ്ഗാവതാരം പൂണ്ടത്. കൗതുകത്തോടെയും ഉത്കണ്ഠയോടുകൂടിയാണ്. എന്തുകൊണ്ട്? കൗതുകത്തോടുകൂടി വന്ന് എന്തിനു വേണ്ടിയാണ്? എന്റെ സന്താനങ്ങളെല്ലാം എന്റെ സ്വന്തമാക്കി തീർക്കണമെന്നുള്ള ആ കൗതുകം. എന്നാൽ ഈ കലിയുടെ മൂർധന്യത്തിൽ നിന്ന് എങ്ങനെ വീണ്ടെടുക്കും എന്നുള്ള ഉത്കണ്ഠ. കാരണം കഴുകി തുടച്ച് നല്ല ഒരു പട്ടുമത്തയിലേക്ക് കിടത്തിയ കുഞ്ഞ് അപ്പൊ തന്നെ ഇഴഞ്ഞ് ചെളിയിലേക്ക് പോകുമ്പോൾ സ്നേഹമുള്ള മാതാവായതുകൊണ്ട് വീണ്ടും ചെന്ന് വാരിയെടുത്ത് വീണ്ടും തുടയ്ക്കും, വൃത്തിയാക്കും, വീണ്ടും കൊണ്ട് കിടത്തും. പക്ഷേ മനസ്സിൽ ആ ഉത്കണ്ഠ ഇല്ലേ? ഇത് വീണ്ടും ഇറങ്ങി പോവുമോ? ആപത്തിൽ പെടുമോ എന്നൊരു ചിന്ത മാതാവിനുണ്ടാകുന്നത് പോലെ ഏകപിതാവാകുന്ന സർവേശ്വരന്റെ ഹൃദയത്തിലും ആ ഉത്കണ്ഠയോടുകൂടിയാണ് ലോകത്തിൽ വന്ന് വാഴുന്നത്. ആ ഉത്കണ്ഠയോടുകൂടിയുള്ള ഖഡ്ഗാവതാരത്തിന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്നവർ ഒരു വിധത്തിലും ഈ വിധത്തിലുള്ള അനാവശ്യ നടപടികളിലേക്കോ പ്രവൃത്തി ദോഷങ്ങളിലേക്കോ പോവുകയില്ല. പ്രവൃത്തി ദോഷങ്ങളിലേക്ക് പോവുകയില്ല. അങ്ങനെ പ്രവൃത്തി ദോഷങ്ങളിലേക്ക് പോകാത്ത വിധത്തിൽ ചിന്തകളെ ക്രമീകരിക്കുന്നവരാണ് വ്രതമുള്ളവർ എന്ന് പറയുന്നത്. അങ്ങനെ നല്ല ചിന്തയോടുകൂടി ജീവിക്കുന്നവരെയാണ് വ്രതശുദ്ധിയുള്ളവർ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് ഈ അത്യപൂർവമായ അറിവിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് നിങ്ങളെ പരിശുദ്ധമാക്കുവാൻ വേണ്ടി കൗതുകത്തോടുകൂടി മഹാശക്തി എഴുന്നള്ളി നിന്ന് ദാനം ചെയ്ത ഉന്നതമായ ഒരു നിയമമാണ് 12 വെള്ളിയാഴ്ച വ്രതം. എന്തുകൊണ്ട്? നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇങ്ങനെ 12 വെള്ളിയാഴ്ച നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, പ്രാർത്ഥനയ്ക്ക് പോകണം, ദക്ഷിണ വയ്ക്കണം എന്നൊക്കെ മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ അതോടുകൂടി നിങ്ങളിലേക്ക് എത്തുന്നത് എന്താണ്? ലോക സൃഷ്ടിക്ക് കാരണമായി നിന്ന ഏകശക്തിയുടെ നാദബ്രഹ്മം, ജ്ഞാനബ്രഹ്മം, ശക്തിബ്രഹ്മം അത് നിങ്ങളുടെ ഈ കർമ്മങ്ങളിലൂടെ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ, കൃത്യവിലോപം ഒന്നും കാട്ടാതെ ആരെല്ലാം
ആരെല്ലാം ഈ വ്രതം അനുഷ്ഠിക്കുന്നുവോ അവരുടെ ഉള്ളിലേക്ക് ഈ ശക്തി പ്രവേശിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഉള്ളം വിശുദ്ധമാവുകയാണ്. ആ വിശുദ്ധമായ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഈശ്വരൻ സ്വീകരിക്കും. അവിടെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? സർവദോഷ ശാന്തി അടിയങ്ങൾക്ക് ദാനം ചെയ്യണമേ. ആ അടിയങ്ങൾക്കായി വാഴുന്ന പൊന്നുതിരുമേനി സുഖത്തോടെ വാഴണമേ. ഈ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ ഈ വിധത്തിൽ വിശുദ്ധരായിരിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ പരമപരിശുദ്ധനാകുന്ന മഹാശക്തി സ്വീകരിക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്നവരിലേക്കാണ് അതിന്റെ ആനന്ദം എത്തുന്നത്. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് ആനന്ദം എത്തിക്കുന്ന കൗതുകപൂർവമായ ഖഡ്യോദാരത്തിന്റെ സൽക്കർമ്മ വഴികളെ നിങ്ങൾ തിരിച്ചറിയുക. അവിടെ നമുക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, ലോകരക്ഷയ്ക്കായി വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, സത്യശുഭാനന്ദം വാഴണമേ എന്നും, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ ശാന്തി ശുഭാനന്ദം വാഴണമേ എന്നും, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, സത്യശുഭാനന്ദം വാഴണമേ എന്നും, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ, വാഴണമേ നാഥ, 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 വാഴണമേ, വാഴണമേ നാഥ, വാഴണമേ നാഥ, മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ, മാറ്റമില്ലാതെന്നും ഭൂതലത്തിലെന്നും വാഴണമേ നാഥ, ഭൂതലത്തിലെന്നും ലോകരക്ഷയ്ക്കായി വാഴണമേ നാഥ, സത്യശുഭാനന്ദം വാഴണമേ എന്നും, ശാന്തി ശുഭാനന്ദം വാഴണമേ എന്നും, വാഴണമേ നാഥ, 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 ശാന്തി ശുഭാനന്ദം വാഴണമേ എന്നും, ശാന്തി ശുഭാനന്ദം വാഴണമേ എന്നും. ഇങ്ങനെ നിഷ്കളങ്കമായ ഹൃദയങ്ങൾ ഒത്തു
പ്രാർത്ഥിക്കുമ്പോൾ, ഇങ്ങനെ നിഷ്കളങ്കമായ ഹൃദയങ്ങൾ ഒത്തു പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തി അത് സ്വീകരിക്കുന്നു. സർവശക്തി അത് സ്വീകരിക്കുന്നു. അതിന്റെ ഫലം എങ്ങനെയാണ് അനുഭവമാകുന്നത്? അതിന്റെ ഫലം എങ്ങനെയാണ് അനുഭവമാകുന്നത്? മാറ്റമില്ലാതെ ലോകരക്ഷയ്ക്കായി ഭൂതലത്തിൽ സത്യശുഭാനന്ദത്തെ ശാന്തി ശുഭാനന്ദമായി ആർക്ക് കാണാം? നിഷ്കളങ്ക ഹൃദയങ്ങൾ അറിയുന്നു ഗുരുവിനെ. നിഷ്കളങ്ക ഹൃദയങ്ങൾ അറിയുന്നു ഗുരുവിനെ. നിഷ്കളങ്ക രൂപനെന്നു കണ്ടറിയുന്നു. നിഷ്കളങ്ക ആകട്ടെ, ഞാനിങ്ങനെ നിന്നുകൊണ്ട് കണ്ടക്ഷോഭം ചെയ്യുകയാണല്ലോ. ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ എഴുത്തി കണ്ടാൽ. എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ്. ശക്തമായ ആഗ്രഹമുള്ളവരൊന്ന് കൈ അടിക്കാം. അപ്പൊ അതിനെന്ത് വേണം? ഗുരുവിനെ കാണാൻ എന്താണ് വഴി? ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയേശൻ ഹൃദയത്തിൽ എഴുന്നള്ളിടും. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയേശൻ ഹൃദയത്തിൽ എഴുന്നള്ളിടും. ഗുരുവിനെ സർവദാ സ്തുതിക്കുവാൻ കഴിവുള്ളവർ ഹൃദയശുദ്ധിയുള്ളവർ മാത്രമാണ്. അല്ലാതെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കണ്ട് അങ്ങ് പുറത്തോട്ട് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിലൊന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യും. പലവിധ പോരായ്മകൾ അവരുടെ ഉള്ളിലേക്ക് വരും. അവരുടെ കണ്ണിൽ അത് പെടും. അതിപ്പോ ആരോടും പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിലൊന്ന് ചിന്തിക്കും. കുറച്ചുകൂടി കളങ്കമുള്ളവരാണെങ്കിൽ അത് അടുത്ത് നിൽക്കുന്ന ഒരാളിനോട് ഞാൻ ഒന്ന് ഞോണ്ടി വെച്ചു അതൊന്ന് വ്യാപിപ്പിച്ചെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സുഖം വരത്തില്ല. കുറച്ചുകൂടി ആണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അങ്ങ് അവതരിപ്പിക്കും. കുറച്ചുകൂടിയാണെങ്കിൽ നേരെ എതിരായിട്ട് അങ്ങ് പ്രവർത്തിക്കും. അപ്പൊ നഷ്ടമായി പോകുന്നത് ആരാണ്? സ്വന്തം ആത്മാവും ആത്മസുഖവുമാണ്. അതുകൊണ്ട് നഷ്ടമാക്കി കളയല്ലേ മനുജന്മാമെടുത്തവർ, നഷ്ടമാക്കി നഷ്ടമാക്കി കളയല്ലേ മനുജന്മാമെടുത്തവർ. കോടാകോടി ജന്മമായി വന്നതല്ലയോ, നഷ്ടമാക്കി കളയല്ലേ മനുജന്മാമെടുത്തവർ. കോടാകോടി ജന്മമായി വന്നതല്ലയോ, ബഹുജന്മാർജിത പുണ്യ
കർമ്മഫലമായി വന്ന നാമഹനീയ മർത്യജന്മം നഷ്ടമാക്കല്ലേ. ബഹുജന്മാർജിത പുണ്യ കർമ്മഫലമായി വന്ന മഹനീയ മർത്യജന്മം നഷ്ടമാക്കല്ലേ. ഇഷ്ടമോടെ വീണ്ടെടുപ്പാൻ കലിയുഗേ ആത്മനാഥൻ. ഇഷ്ടമോടെ വീണ്ടെടുപ്പാൻ കലിയുഗേ ആത്മനാഥൻ. ഖഡ്ഗിയായി വന്നുദിച്ച കാലമാണിത്. ഇഷ്ടമോടെ വീണ്ടെടുപ്പാൻ കലിയുഗേ ആത്മനാഥൻ. ഖഡ്ഗിയായി വന്നുദിച്ച കാലമാണിത്. നഷ്ടമില്ലാതുള്ള നിത്യ ധനം നിന്നിൽ ദാനം ചെയ്യുവാൻ. നഷ്ടമില്ലാതുള്ള നിത്യ ധനം നിന്നിൽ ദാനം ചെയ്യുവാൻ. ഇവാൻ സർവജ്ഞാനമോദി നൽകും കാലമാണിത്. നഷ്ടമില്ലാതുള്ള നിത്യ ധനം നിന്നിൽ ദാനം നൽകാൻ. താൻ സർവജ്ഞാനമോദി നൽകും കാലമാണിത്. കാലമീതു കലികാലം അക്രമം വർദ്ധിച്ച കാലം.
ആനന്ദ ലോകത്തിലെത്തി ആനന്ദമാടാ. കാലമേതു കലികാലം അക്രമം വർദ്ധിച്ച കാലം. കാലം ഖഡ്ഗിയുടെ ഉദയത്താൽ ആനന്ദകാലം. സർവജ്ഞാനം ഗ്രഹിച്ചു നീ സൽക്കർമ്മങ്ങൾ തുടരുമ്പോൾ. ആനന്ദ ലോകത്തിലെത്തി ആനന്ദമാടാ. ആനന്ദ ലോകത്തിലെത്തി ആനന്ദമാടാ. ഇത്രയും സൗഭാഗ്യങ്ങൾ നിറച്ചു വെച്ച് ഇത്രയും സൗഭാഗ്യങ്ങൾ നിറച്ചു ആനന്ദ നടരാജൻ ആനന്ദ വാഴ്ച നടത്തുമ്പോൾ സംശയമില്ലാതെ ഈ സർവജ്ഞാനത്തെ ഗ്രഹിച്ച് ഉത്തമ ജീവിതം നയിച്ചാൽ നഷ്ടമില്ലാത്ത നിത്യധനം ആത്മാവിൽ ആനന്ദമായി ലഭിക്കും. നഷ്ടമില്ലാത്ത ധനം എന്ന് പറയാൻ കാരണം ഈ ലോകത്തിൽ സമ്പാദിച്ചു വെക്കുന്നതെല്ലാം ദേഹം വെടിയുമ്പോൾ ഉപേക്ഷിച്ച് പോയേ മതിയാവും. വലിയ ബിസിനസ്സുകളൊക്കെ നടത്തി ആദ്യം ഒരു 10,000 രൂപയ്ക്ക് തുടങ്ങി, അത് കഴിഞ്ഞ് 1 ലക്ഷമായി, അത് 2 ലക്ഷമായി, 3 ലക്ഷമായി, വർദ്ധിപ്പിച്ച് 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 മരണം വരെയും ഒരു നഷ്ടവും ഇല്ലാതെ ഒരു ബിസിനസ് നടത്തി എന്നിരിക്കട്ടെ. മരിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? എല്ലാം സന്താനങ്ങൾക്ക് എന്ന് പറയാൻ പറ്റുമോ? അഥവാ അനുഭവിച്ചാലോ നമ്മളല്ലല്ലോ അനുഭവിക്കുന്നത്. അപ്പോൾ നഷ്ടമുള്ള ധനമാണ് ഈ ലോകത്തിൽ സമ്പാദിക്കുന്നതെല്ലാം. നഷ്ടമില്ലാതുള്ള ഈ മർത്യജന്മത്തെ നഷ്ടമില്ലാത്ത ധനം കൊണ്ട് അലങ്കരിച്ച് വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് ആത്മലോകത്തിന്റെ കടമയാണ്. ആ നഷ്ടമില്ലാത്ത ധനം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് നിറയ്ക്കുന്നതാണ് കരുണാവാരിധിയുടെ മഹാകാരുണ്യം. ആ വിധത്തിൽ നിറച്ചുകൊണ്ട് ആ ഉന്നതനാകുന്ന ദൈവം നിങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ 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 പ്രഖ്യാപിക്കുന്നു, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ. ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ. ഇതിനുള്ളിലെ സ്നേഹം, ആ കീർത്തനത്തിന്റെ വരികൾക്കുള്ളിലുള്ള സ്നേഹം, അതിനുള്ള കരുതൽ, ആ കാവൽ എത്രത്തോളമാണെന്ന് ചിന്തയുള്ളവർക്ക് ബോധ്യപ്പെടും. ആപത്തൊന്നും കൂടാതെ ആനന്ദിക്കാത്മാക്കൾ. അത്ര കരുതലോടുകൂടി സർവശക്തി നിയമിച്ച നിയമമാണ് നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നതമായ മഹാതീർത്ഥാടനം ഇതാ നാളെ ആരംഭിക്കുകയാണ്. നാളെ എത്തിച്ചേരാനുള്ള വാഹനങ്ങളെല്ലാം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം എത്തിച്ചേർന്ന് ഉന്നതമായ നിലയിൽ ശുഭാനന്ദ തീർത്ഥാടനം നടത്തപ്പെടുവാൻ എന്റെ ദേവീ ദേവന്മാരും ദൂതപരമ്പരകൾ അണിനിരന്നിരിക്കുകയാണ്. പ്രകൃതി ഇതാ ഒരുങ്ങി നിലകൊള്ളുന്നു. സർവവീഥികളും അലങ്കൃതമായിരിക്കുന്നു. സർവവാഹനങ്ങളെയും കരുതപ്പെടട്ടെ, സർവവാഹനങ്ങളെയും കരുതപ്പെടട്ടെ. അത് ആകാശമാർഗത്തിലായാലും ജലമാർഗമായാലും ആ റോഡ് കരമാർഗമായാലും ഏത് വിധത്തിലായാലും സർവശക്തിയുടെ കരുണയും കാവലും ഏവരോടും കൂടി എപ്പോഴും ഉണ്ടാകട്ടെ. ഈ നിയമം പാലിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന ഓരോരുത്തർക്കും സർവത്ര ആനന്ദ അനുഭവമാകും.
കലിയുഗ ഖഡ്ഗിയുടെ തിരുകവാടം ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തലോകമാർത്തിയോടെ പ്രാർത്ഥിക്കുന്നു. ഓരോ തവണയും കടന്നു വരുമ്പോൾ കാണാൻ കൊതിയോടെ ഉറ്റുനോക്കുന്നു. എന്നാൽ കുറച്ചുകൂടി കർമ്മങ്ങൾ പൂർത്തിയാകാനുണ്ട്. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കുവാൻ വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഇവിടെ എത്തിച്ച് ഉന്നതമായും ശക്തിവത്തായും പൂർത്തീകരിച്ച് ആത്മലോകത്തിനായി ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതമായ കർമ്മങ്ങൾക്കായി ഒരു തപസ്വിനിയായ ജന്മത്തെ സർവശക്തി സ്വീകരിച്ച് ആത്മദീപം എന്ന് നാമകരണം ചെയ്ത് ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെയും അനുഷ്ഠിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടെന്നും കരുതുമാറാകട്ടെ. ആ കുടുംബത്തെയും സന്താന പരമ്പരകളെയും കരുതുമാറാകട്ടെ. രാജഗോപാലിനെയും സ്ഥപതികളെയും ശില്പികളെയും അതിൽ കർമ്മിക്കുന്ന ഓരോരുത്തരെയും എപ്പോഴും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതൻ കൂട്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും അളാം പ്രതി ഞാൻ ദർശിക്കുകയാണ്. ഇന്നിരുപിടിക്കെട്ട് നിറയ്ക്കൽ നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് പോകേണ്ടതുള്ളതിനാൽ പല ആളുകളും പ്രഭാതത്തിൽ വന്ന് ദക്ഷിണ സമർപ്പിച്ചിട്ട് തിരികെ പോയിട്ടുണ്ട്. അവരെയും അവരുൾപ്പെട്ട് നടത്തുന്ന കർമ്മങ്ങളെയും മഹാശക്തി എഴുന്നള്ളി ദർശിക്കട്ടെ. നടക്കാനുള്ള സർവകർമ്മങ്ങളിലും ആ തിരുവെഴുന്നള്ളത്തും ആനന്ദം ഉണ്ടാകട്ടെ. ആ നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിക്കുന്നു. തൃശ്ശൂരിൽ നമുക്കായി നിർമ്മിച്ചു തന്ന ആ സ്ഥാപനത്തെയും ആ ഭൂമിയെയും ഈ ആരാധനയിൽ ഉന്നതമായ 12 വെള്ളിയാഴ്ചയുടെ 11ാമത് വെള്ളിയാഴ്ച അനുഷ്ഠിച്ച് അത് കഴിഞ്ഞുള്ള പൂരം പക്കനാളും ആചരിച്ച് പരമപരിശുദ്ധമായും അതിവിശുദ്ധമായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മഹാതീർത്ഥാടനത്തിനായി വെമ്പൽ പൂണ്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ പുണ്യക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ കരങ്ങളിലേക്ക് ഈ വിധത്തിൽ ഒരു നേർച്ച അർപ്പിക്കുവാൻ ഇടയായത് അവരുടെ പരമഭാഗ്യമാണ്. എക്കാലോർക്ക് ഭാഗ്യമായി വരട്ടെ. എക്കാലോർക്ക് ആനന്ദത്തിനായി വരട്ടെ. സർവശക്തിയുടെ തിരുഹൃദയത്തിൽ ഇതാ അവരുടെ നാമങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നു. എന്നും അവർക്ക് അത് അനുഭവമാകുമാറാകട്ടെ. ഇതുപോലെ അനേകം ഇടങ്ങളിൽ അനേകം സ്ഥാപനങ്ങൾ ഇനിയും നമുക്കുണ്ടാകാനുണ്ട്. അതിനു വേണ്ടുന്ന ആത്മാക്കളെയും അതിനുള്ള സാഹചര്യങ്ങളെയും ഈ പ്രകൃതിയിൽ കൂടി ജഗദീശ്വരൻ ഒരുക്കി ഇവിടെ എത്തിക്കുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ ശുഭാനന്ദ ആദർശ സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെയുള്ള ഭേദബുദ്ധികളെ മാറ്റി ആത്മബോധം സ്ഥാപിക്കണമെങ്കിൽ ഈ സംഘത്തിൽ ഉൾപ്പെട്ട് ജീവിക്കുന്നവർ ആ സ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ. അപ്രകാരം എല്ലാ രാജ്യങ്ങളിലും സ്ഥാപനം ഉണ്ടാകട്ടെ. എല്ലാ രാജ്യങ്ങളിലും ആദർശക്കൊടി പാറി പറക്കട്ടെ. ശുഭാനന്ദ നാമം ഏവരും പാടി പുകഴ്ത്തട്ടെ. ആത്മബോധോദയ സംഘത്താൽ ഭരിക്കപ്പെടുന്ന ആത്മലോകം ഉണ്ടാകട്ടെ. അതിനായി ആത്മനാഥൻ പ്രത്യക്ഷമായി വാഴട്ടെ. പ്രത്യക്ഷമായി വാഴട്ടെ. പ്രത്യക്ഷമായി വാഴട്ടെ. സർവശക്തി നിറഞ്ഞ കലകളോടെ വാഴട്ടെ. തെളിഞ്ഞ ശോഭയോടെ വാഴട്ടെ. ആയുരാരോഗ്യത്തോടെ വാഴട്ടെ. ആത്മലോക രക്ഷകനായി വാഴട്ടെ. മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം. മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം. ോ
വരുമോ